അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, 8 വയസ്സുകാരനായ കുട്ടി തൻ്റെ വീട്ടിൽ മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങാൻ കിടന്നതായിരുന്നു. പക്ഷേ ആ കുരുന്നിൻ്റെ ജീവനെടുക്കാൻ ഒരു പാമ്പ് അവൻ്റെ തലയിണക്കടിയിൽ പതിയിരിപ്പുണ്ടായിരുന്നു. രാത്രിയുടെ ഏതോ യാമത്തിൽ ആ വിഷദംശനമേറ്റ് അവൻ ലോകത്തോട് വിടവാങ്ങി. നാം ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്നത് നമ്മുടെ വീടിനെയാണ്. പുറത്തെ ലോകത്തെ പേടികളും തിരക്കുകളും കഴിഞ്ഞ് ഒരു രാത്രി സമാധാനമായി ഉറങ്ങാൻ നാം നമ്മുടെ കിടക്കയിലേക്ക് ചായുന്നു. എന്നാൽ ആ ഉറക്കം ഒരു നിത്യനിദ്രയായി മാറുമെന്ന് ആരെങ്കിലും സ്വപ്നത്തിൽ പോലും കരുതുമോ? വാർത്തകൾ വായിച്ചു പോകുമ്പോൾ ഇതൊരു വെറും അപകടമായി നമുക്ക് തോന്നാം. എന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ, നമ്മുടെ മക്കളുടെ കിടപ്പറകളിൽ സംഭവിക്കാവുന്ന ഒരു വലിയ ദുരന്തത്തിൻ്റെ മുന്നറിയിപ്പാണിത്. ഈ ഒരു വേദനയിൽ നിന്ന്, ഈ ഒരു കണ്ണുനീരിൽ നിന്ന് നാം പഠിക്കേണ്ട ചില സുപ്രധാന പാഠങ്ങളുണ്ട്. വെറും ജാഗ്രത മാത്രമല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ചില ജീവിതചര്യകളുടെ വില കൂടി നാം തിരിച്ചറിയേണ്ട സന്ദർഭമാണിത്. നമ്മുടെ അശ്രദ്ധ ഒരുപക്ഷെ വലിയ വില നൽകേണ്ടി വരുന്ന ദുരന്തങ്ങളിലേക്ക് നയിക്കാം. വീടിന് ചുറ്റുമുള്ള പരിസരം വൃത്തിയായി സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ വീടിനുള്ളിലും നാം അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ചൂടും തണുപ്പും കൂടുതലുള്ള സമയങ്ങളിൽ പാമ്പുകൾ സുരക്ഷിതമായി ഇടം തേടി വീടിനുള്ളിലേക്ക് വരാം. അലമാരകൾക്ക് പിന്നിലോ വസ്ത്രങ്ങൾക്കിടയിലോ നമ്മുടെ കിടക്കവിരികൾക്കിടയിലോ അവയുണ്ടാകാം. ഇവിടെയാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഒരു സുന്നത്തിൻ്റെ പ്രസക്തി നാം തിരിച്ചറിയുന്നത്. രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് തൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റം കൊണ്ടോ മറ്റോ വിരിപ്പുകൾ കുടഞ്ഞ് വൃത്തിയാക്കണമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിഷ്കർഷിച്ചിട്ടുണ്ട്. താൻ പോയ ശേഷം അതിലെന്താണ് പ്രവേശിച്ചത് എന്ന് ഒരാൾക്കും അറിയില്ല എന്ന പ്രവാചക വചനം എത്രമാത്രം അർത്ഥവത്താണെന്ന് ഈ ദുരന്തം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മുൻകരുതലുകൾക്കൊപ്പം വിശ്വാസിയായ ഒരാൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുകയും വേണം. വിഷജന്തുക്കളുടെയും മറ്റു തിന്മകളുടെയും ശല്യത്തിൽ നിന്ന് രക്ഷ നേടാൻ പ്രവാചകൻ പഠിപ്പിച്ച ദിക്റുകൾ നാം ശീലമാക്കുക. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന പ്രാർത്ഥനയിലൂടെ അള്ളാഹുവിൻ്റെ പരിപൂർണമായ സംരക്ഷണം തേടി വേണം നാം എല്ലാ ദിവസവും ഉറങ്ങാൻ. ആ മാതാപിതാക്കളുടെ കണ്ണീർ ഇനി ഒരു വീടിനും ഉണ്ടാകാതിരിക്കട്ടെ. നമ്മുടെ കൊച്ചു കാര്യങ്ങളിലെ ശ്രദ്ധ വലിയ വിപത്തുകളെ തടയാൻ സഹായിക്കും. അള്ളാഹു നമ്മുടെ മക്കളെയും കുടുംബത്തെയും എല്ലാ ആപത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.